വെൽക്കം ബാക്ക്. എല്ലാവർക്കും HPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ 2026 ജൂലൈൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂള് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആർക്കുള്ള 2 മെയിൻ എക്സാമിനേഷൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ലെക്ചർ ഇൻ പോളിയും അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക്കും. ഇത് രണ്ടും ജൂലൈയിൽ തന്നെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വേറെയും കുറേ പരീക്ഷകളുടെ ഇൻ്റർവ്യൂ ഈ സെയിം ജൂലൈയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾക്ക് 1-ാം തീയതി ഡെൻ്റൽ അസിസ്റ്റൻറ്റ് സർജൻ, ഹൈസ്കൂൾ ടീച്ചർ മലയാളം, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ്. അപ്പോൾ ഈ 1-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കും ആയിട്ടുള്ള ഷെഡ്യൂളിൽ 9:30 അതുപോലെ തന്നെ 2-നും 12-നും ആയിട്ടാണ് ഈ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഒരിക്കലും റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും കൂടെ ഒറ്റ ദിവസമായിരിക്കില്ല ഇൻ്റർവ്യൂ. കുറച്ച് പേർക്കായിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് 1-ാം തീയതി ആകെ 15 പേർക്കേ ഉള്ളൂ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 16 പേർക്കുള്ളൂ. അങ്ങനെ ഒരു 15 to 16 ആ റേഞ്ചിലാണ് ഓരോ ബാച്ചിനും അവർ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വന്നിരിക്കുന്നത്. അതേപോലെ രാവിലെയും ഉച്ചയ്ക്കും ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ 2-ാം തീയതിയും ഈ സെയിം ഇൻ്റർവ്യൂസൊക്കെ തന്നെ വീണ്ടും അടുത്ത ബാച്ച് വെച്ചിട്ട് നടത്തുന്നുണ്ട് 2-ാം തീയതിയും. ഇതുപോലെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സും 2-ാം തീയതി ഉണ്ട്. അതുപോലെ 3-ാം തീയതി ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഡെൻ്റൽ അസിസ്റ്റൻറ്റ് സർജൻ, ഹൈസ്കൂൾ ടീച്ചർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ്, ഇപ്പോൾ പറഞ്ഞ അതേ എക്സാമുകളുടെയൊക്കെ തന്നെ ഇൻ്റർവ്യൂ തന്നെയാണ് 3-ാം തീയതി നടക്കുന്നത്. അപ്പോൾ ലെക്ചർ ഇൻ പോളി ഇലക്ട്രോണിക്സ് 3-ാം തീയതിയും കൊണ്ട് കഴിയുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്നത് 8-ാം തീയതിയാണ്. ഈ 8-ാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ITI ഡിപ്പാർട്ട്മെൻറ്റിൽ മെക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതി അങ്ങനെ 3 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലെക്ചർ ഇൻ പോളി നടക്കുന്നുണ്ട്. ഇതുപോലെ ലെക്ചർ ഇൻ പോളി 9-ാം തീയതിയും ഉണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്ക് 9-ാം തീയതി ഉണ്ട് കേട്ടോ. അതുപോലെ ബാക്കി ബ്ലാക്ക് സ്മിത്ത് ഇൻസ്ട്രക്ടർ, ബയോ കെമിസ്റ്റ്, ഹൈസ്കൂൾ ടീച്ചർ മലയാളം, ഇങ്ങനെ കുറേ എക്സാമുകളുടെയും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ 10-ാം തീയതിയോടുകൂടി ലെക്ചർ ഇൻ പോളി ഇലക്ട്രോണിക്സും ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക്കും കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേഴ്സ് ഗ്രേഡ്, അതേപോലെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം, ഈ പോസ്റ്റുകൾക്കുള്ളതൊക്കെ വീണ്ടും വരുന്നുണ്ട്. പിന്നെ 15-ാം തീയതി മുതൽ ബയോ കെമിസ്റ്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് 2, ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. അപ്പോൾ ആ പോസ്റ്റുകൾക്കുള്ളത് വീണ്ടും ഇൻ്റർവ്യൂ 16-ാം തീയതി വരുന്നുണ്ട്. ഈ സെയിം സംഭവം തന്നെയാണ് 17-ാം തീയതിയും ഈ സെയിം എക്സാമുകളുടെയൊക്കെ തന്നെയാണ് വീണ്ടും ഇൻ്റർവ്യൂ നടത്തുന്നത്. അതായത് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ബാച്ചിൽ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ 22-ാം തീയതി സയൻറ്റിഫിക് ഓഫീസർ ഇൻ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, ജൂനിയർ കെമിസ്ട്രി ഇൻ മൈനിങ് ആൻഡ് ജിയോളജി, കമ്പനി സെക്രട്ടറി ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ്, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൊക്കെ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ വരുന്നത് 22-ാം തീയതി മുതലാണ്. ഡെൻ്റൽ അസിസ്റ്റൻറ്റ് സർജൻ ഇൻ ഹെൽത്ത് സർവീസസ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഇൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് അത് സെയിം ഡേ തന്നെ 2 ബാച്ചൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതായത് രാവിലെയും ഉച്ചയ്ക്കും അല്ലാതെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 ബാച്ച് തന്നെ നടത്താം. പൊതുവെ അങ്ങനെ നടത്താറില്ല. രാവിലെ ഈ ബാച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ബാച്ച് വരും. ഇത് അങ്ങനെയല്ല, ഉച്ചയ്ക്ക് ശേഷം തന്നെ 2 ബാച്ച് ഒപ്പം നടത്തുന്നുണ്ട്. അപ്പം മൊത്തം 10-25 പേരോളം ആ ഒരു ബാച്ചിൽ വരുന്നുണ്ട്. ഇതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ജൂനിയർ ഇൻസ്ട്രക്ടറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ലെക്ചറർ പറഞ്ഞ കുറേ പോസ്റ്റുകൾക്കുള്ള ഇൻ്റർവ്യൂസ് ജൂലൈയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം ആൻഡ് മെയിൻ്റനൻസിനൊക്കെ ഇൻ്റർവ്യൂ ജൂലൈയിലാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ. പിന്നെ ഇതിൽ വേറൊന്ന് 29-ാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്ക് ബാക്കിയുള്ള ആളുകളുടെയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 30-ാം തീയതിയും വരുന്നുണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെ. 31-നും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടാണ്. ഇപ്പോൾ തന്നെ 6 ദിവസങ്ങളായി, 8, 9, 10, പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് 3 ദിവസങ്ങളും. അതുപോലെ കേരള PSC ഡിസ്ട്രിക്ട് ഓഫീസ് കൊല്ലത്തിൽ വെച്ചിട്ടാണ് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ, അതുപോലെ നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ ഇന്ത്യൻ സിസ്റ്റംസും NCAയും അതുപോലെ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ
ഇൻ്റർവ്യൂ നടക്കുന്നത് കൊല്ലത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കേരള PSC ഡിസ്ട്രിക്ട് ഓഫീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ ലാബ് ടെക്നീഷ്യനൊക്കെ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദം നടക്കുന്നുണ്ട്. HST സോഷ്യൽ സയൻസ് നടക്കുന്നുണ്ട്, മലയാളം മീഡിയം. ആലപ്പുഴയിലും ഇതേപോലെ HST മലയാളം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ നടക്കുന്നുണ്ട്. അതുപോലെ എറണാകുളത്തും ഇതുപോലെ തന്നെ HST നാച്ചുറൽ സയൻസ് നടക്കുന്നുണ്ട്. കേരള PSC ഡിസ്ട്രിക്ട് ഓഫീസർ തൃശ്ശൂരിൽ ഫാർമസിസ്റ്റ് നടക്കുന്നുണ്ട് എക്സാം, അതിൻ്റെ ഇൻ്റർവ്യൂ. അതുപോലെ നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദം നടക്കുന്നുണ്ട്. ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. പാലക്കാട്ടിലെ HST മലയാളവും അതുപോലെ HST നാച്ചുറൽ സയൻസ് നടക്കുന്നുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും സാൻസ്ക്രിറ്റ് നടക്കുന്നുണ്ട്. പിന്നെ മലപ്പുറത്ത് HST മാത്തമാറ്റിക്സ്, അങ്ങനെ HST ആണ് ഈ പറയുന്ന ഓരോ ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ വെച്ച് നടക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റൊക്കെ ഒന്നിച്ചിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കോടും എല്ലാം ഇതുപോലെ എക്സാമുകൾ നടക്കുന്നുണ്ട്, ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് നമ്മളുടെ ഇലക്ട്രോണിക്സ് ഒരുപാട് കാത്തിരുന്ന 2 ഇൻ്റർവ്യൂസാണ് ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കും അതുപോലെ തന്നെ ജൂനിയർ ലെക്ചർ ഇൻ പോളിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേറ്റാണ് ഈ ഒരു ജൂലൈയിൽ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റിൽ എക്സാം നടത്തി എത്രയും വേഗം തന്നെ നമ്മൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വേഗം പബ്ലിഷ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒരുപാട് ലേറ്റ് ആക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലെക്ചറൊക്കെ എന്തായാലും വേഗം നടക്കും, ജൂനിയർ ഇൻസ്ട്രക്ടറും വേഗം വരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.